Welcome back to my channel. Today we will continue the ordinal utility function. ഇന്ന് നമ്മളെ ഓർഡിനൽ യൂട്ടിലിറ്റി ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് കൂടി മനസ്സിലാക്കാനുണ്ട്. അതിൽ ആദ്യത്തേത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ദി റേറ്റ് അറ്റ് വിച്ച് ദി കൺസ്യൂമർ is willing to trade one good for another, maintaining the level of satisfaction. അതായത് ഒരു കൺസ്യൂമർ ഒരു സാധനത്തിന് പകരം മറ്റൊരു സാധനം ഉപഭോഗം ചെയ്യുന്നു. അത് അയാളുടെ ആ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷന് വ്യത്യാസം വരുത്താത്ത രീതിയിൽ അത് ഏത് റേറ്റിലാണോ അങ്ങനെ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ദി റേറ്റ് അറ്റ് വിച്ച് എ കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു ട്രേഡ് ഫോർ എ ഗുഡ് ഫോർ അനദർ വൈൽ മെയിൻറ്റെയിനിങ് ദി സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് എന്താണ്, ഈസ് ദി റേറ്റ് at which a consumer is willing to trade one good for another. അവിടെ കണ്ടീഷൻ എന്താണ്, while maintaining the same level of satisfaction or utility. അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ യൂട്ടിലിറ്റിക്ക് വ്യത്യാസം വരാത്ത രീതിയിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. അപ്പോൾ ചേഞ്ച് ഇൻ കമ്മോഡിറ്റി വൈ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ കമ്മോഡിറ്റി എക്സ്. അപ്പോൾ അയാൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എങ്ങനെയാണോ, ഇവിടെ നമ്മൾ പറഞ്ഞു വിച്ച് കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു ട്രേഡ് വൺ ഗുഡ് ഫോർ അനദർ. അപ്പോൾ വൈക്ക് പകരം എക്സ് അല്ലെങ്കിൽ എക്സിന് പകരം വൈ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, അതിന്റെ സബ്സ്റ്റിറ്റ്യൂഷന്റെ മാർജിനൽ റേറ്റ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആയിരിക്കും. അപ്പോൾ ആ റേറ്റ് ആണ് യഥാർത്ഥത്തിൽ റേറ്റ് ഓഫ് മാർജിനൽ റേറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഇൻഡിക്കേറ്റിംഗ് ദി ലാസ്റ്റ് യൂണിറ്റ് കൺസ്യൂംഡ്. മാർജിനൽ മീൻസ് net addition to total. So I hope that you understood what is marginal rate of substitution. So marginal rate of substitution എന്താണ്, the rate at which a consumer is willing to trade one good for another while maintaining the same level of satisfaction or utility. Then next point related to ordinal utility function, that is law of diminishing marginal utility. Law of diminishing marginal utility. We know when we consume a particular commodity continuously, the satisfaction derived from it gradually decreasing, then constant, then it will become negative. ഇതാണ് അതിൻ്റെ ഒരു നേച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ മാർജിൻ അത് ഇവിടെ ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി, ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ലോ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, അതുമല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഈക്വൽ മാർജിനൽ യൂട്ടിലിറ്റി എന്നൊക്കെ ഇതിനെ വിളിക്കുന്നു. അവിടെ എന്താണ്, ഹൗ എ കൺസ്യൂമർ അലോക്കേറ്റ് ദെയർ ലിമിറ്റഡ് റിസോഴ്സസ് ഓർ ലിമിറ്റഡ് ഇൻകം ടു മാക്സിമൈസ് ദെയർ സാറ്റിസ്ഫാക്ഷൻ. അതായത് ഒരാളുടെ കയ്യിലുള്ള പരിമിതമായ അല്ലെങ്കിൽ തുച്ഛമായ വിഭവത്തെ, ഇവിടെ ഇൻകത്തെ അയാൾ മാക്സിമം സാറ്റിസ്ഫാക്ഷനിൽ യൂട്ടിലിറ്റി കിട്ടത്തക്ക രീതിയിൽ അറേഞ്ച് ചെയ്യുന്നു. ആ അറേഞ്ച്മെൻ്റ് ആണ് യഥാർത്ഥത്തിൽ ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ രണ്ട് കണ്ടീഷൻ ഉണ്ട്. വെയർ ദി കൺസ്യൂമർ അറ്റൈൻസ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഔട്ട് ഓഫ് ഓർ അക്രോസ് ഡിവൈഡിങ് ദെയർ ലിമിറ്റഡ് ഇൻകം ഓൺ അക്രോസ് വേരിയസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അവിടെ വീണ്ടും ഒരു കണ്ടീഷൻ ഉണ്ട്. അത് എപ്പോഴാണ് അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, വെൻ മാർജിനൽ റേറ്റ് പെർ യൂണിറ്റ്, അതായത് അവിടെ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി പെർ യൂണിറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ, ഓരോ യൂണിറ്റിനും ചിലവാക്കുന്ന ആ തുക അത് മാർജിനൽ യൂട്ടിലിറ്റിക്ക് തുല്യമാകുന്ന സ്റ്റേജിനെയാണ് എന്ത് പറയുന്നത്, ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി. ഇതാണ് നിയമം. അപ്പോൾ നമ്മൾ ഡെഫിനേഷനിലേക്ക് വന്നാൽ എങ്ങനെ പറയാം, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഓർ ലോ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഹൗ കൺസ്യൂമേഴ്സ് allocate their limited resources or income across various goods and services to maximize their satisfaction or total utility. അവിടെ കണ്ടീഷൻ വേർ ദി കൺസ്യൂമേഴ്സ് വിൽ റീച്ച്, അവിടെ കൺസ്യൂമർ അതിന്റെ പാരമ്യയിലെത്തുന്നു, വിച്ച് ദി ഹയസ്റ്റ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ.
എപ്പോഴാത് വെൻ ദി മാർജിനൽ യൂട്ടിലിറ്റി പെർ യൂണിറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ, മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് marginal utility per unit of expenditure is equalized across all goods and services they consume. അവർ കൺസ്യൂം ചെയ്യുന്ന എല്ലാ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും അവസാനം ഉപയോഗിക്കുന്ന അയാൾ ചിലവാക്കുന്ന എമൗണ്ട് അത് മാർജിനൽ യൂട്ടിലിറ്റി പെർ യൂണിറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ അതിന് ഈക്വൽ ആവണം. ആ കൊടുക്കുന്ന ഒരു പൈസയാണെങ്കിൽ ആ ഒരു പൈസയിൽ നിന്ന് അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റിയും ഈ ഒരു പൈസയും ഈക്വൽ ആവണം. അതാണ് ഇവിടെ ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. ഇപ്പോൾ ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഇല്ല, ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി, ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ലോ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, അതല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഈക്വൽ യൂട്ടിലിറ്റി. അപ്പോൾ അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അതെങ്ങനെയാണ് എന്നുള്ളത് ഒരു പ്രോബ്ലത്തിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇവിടെ ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ പ്രൈസ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് വൈ ഡിവൈഡഡ് ബൈ പ്രൈസ് ഓഫ് വൈ is equal to marginal utility of z by price of z. ഇതാണ് അതിന്റെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ അതാണ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് x ഡിവൈഡഡ് ബൈ പ്രൈസ് ഓഫ് x is equal to marginal utility of y divided by price of y, or that is this is equal to marginal utility of z divided by price of z എന്നിങ്ങനെ നമുക്ക് അതിൽ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ മാത്രം എടുത്തിട്ട് ഒരു പ്രോബ്ലം ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ പ്രൈസ് ഓഫ് എക്സ്, മാർജിനൽ യൂട്ടിലിറ്റി എക്സിന്റെ മാർജിനൽ യൂട്ടിലിറ്റി അതിന്റെ വില കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ വൈ മാർജിനൽ യൂട്ടിലിറ്റിയുടെ വൈയുടെ മാർജിനൽ യൂട്ടിലിറ്റിയെ അതിന്റെ പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കിയാലോ. ഇവിടെ ക്വാണ്ടിറ്റി ഓഫ് എക്സ് ക്വാണ്ടിറ്റി, അതിൽ നിന്ന് യൂട്ടിലിറ്റി നമുക്ക് ഒരു 10 യൂട്ടിലിറ്റി മാർജിനൽ യൂട്ടിലിറ്റി നമ്മൾ എടുക്കുന്നു. ഇവിടെ ക്വാണ്ടിറ്റി 1, 2, 3 കമ്മോഡിറ്റീസ് മാത്രം എടുക്കുന്നു. ഇവിടെ ആദ്യത്തെ ഒരു യൂണിറ്റ് എക്സ് കൺസ്യൂം ചെയ്തപ്പോൾ കിട്ടിയത് 10 മാർജിനൽ യൂട്ടിലിറ്റി 10 ആണ്. ദെൻ 8, ദെൻ 6. ഇങ്ങനെ നമ്മൾ ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നു. ഇനി മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഇത് എക്സിൻ്റെത്, മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് വൈ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് വൈ ഒന്നാമത്തെ യൂണിറ്റ് 1, മാർജിനൽ ക്വാണ്ടിറ്റി ഓഫ് വൈ, മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് വൈ. ഇവിടെ 1, 2, 3, ഇവിടെ 6, 4, 2 എന്നിങ്ങനെ എടുക്കുന്നു. ഇവിടെ നമുക്ക് രണ്ട് കമ്മോഡിറ്റിയാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്, കമ്മോഡിറ്റി എക്സ് ആൻഡ് കമ്മോഡിറ്റി വൈ. ഇതിനു വേണ്ടി നമ്മൾ ടോട്ടൽ ഒരു $10 ഉപയോഗിക്കുന്നു. ഇനി പ്രൈസ് ഓഫ് കമ്മോഡിറ്റി എക്സിൻ്റെ പ്രൈസ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു $2, $2. അതുപോലെ പ്രൈസ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു $1. നമ്മളിത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കമ്മോഡിറ്റി എക്സ് ഇത് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ്, കമ്മോഡിറ്റി വൈ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് വൈ. ഇവിടെ ഒന്നാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ 10 ആണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് 10, മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് 10 ബൈ ഒരു യൂണിറ്റിന്റെ വില എക്സിന്റെ വില എത്ര 2, അപ്പോൾ 10/2 എന്ന് പറയുന്നത് എത്രയാണ് 5. അടുത്തത് 8/2 ഈസ് ഈക്വൽ ടു 4. ദെൻ നെക്സ്റ്റ് 6/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അപ്പോൾ ഇവിടെ നമുക്ക് 5, 4, 3 എന്ന് കിട്ടുന്നു. ഇനി രണ്ടാമത്തെ കേസോ ₹1 ആണ്. അപ്പോൾ 6/1 ഈസ് ഈക്വൽ ടു 6, 4/1 ഈസ് ഈക്വൽ ടു 4.
then 3 by 1 is equal to 2 by 1 is equal to 1 is equal to 2. ഇവിടെ എക്യു മാർജിനൽ യൂട്ടിലിറ്റി എവിടെയാണ് ഈക്വൽ ആവുന്നത്? ഫസ്റ്റ് സ്റ്റേജിൽ 5 ആണ്, സെക്കൻഡ് സ്റ്റേജിൽ 4. ആദ്യത്തെ കമ്മോഡിറ്റി എക്സ്, രണ്ടാമത്തത് 3. അപ്പോൾ 5 4 3 എന്ന് വരുന്നു, ഒന്നാമത്തത് 5 4 3 എന്ന് വരുന്നു. ഇനി രണ്ടാമത്തെ കമ്മോഡിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന യൂട്ടിലിറ്റി നമ്മൾ എന്താണ്? 6 4 2. എങ്ങനെ വന്നു? 6 4 2. അപ്പോൾ ഇവിടെ ഏതാണ് ഈക്വലായി വന്നത്? സെക്കൻഡ് കേസാണ്. അപ്പോൾ ഇതാണ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പ്രൂവ് ചെയ്തിരിക്കുകയാണ് ഈ പ്രോബ്ലത്തിൽ. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് ദിസ് പ്രോബ്ലം. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് ഡിവൈഡ് ബൈ പ്രൈസ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് വൈ ഡിവൈഡ് ബൈ പ്രൈസ് ഓഫ് വൈ. ഇവിടെ we have taken $10 or I am ready to spend $10 to the consumption of two commodities X and Y. First unit quantity of X marginal utility 1. When we consume the first apple orange or X consume ചെയ്യുമ്പോൾ അതിൽ നിന്ന് 10 യൂട്ടിൽസ് യൂണിറ്റ് കിട്ടി. രണ്ടാമത്തെ 8, മൂന്നാമത്തെ 6. ഇവിടെ ക്വാണ്ടിറ്റി Y ആണ് കൺസംഷൻ എങ്കിൽ ഒന്നാമത്തെ യൂണിറ്റിൽ 4, മൂന്നാമത്തെ 2. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തപ്പോൾ എത്രയായി കിട്ടി? 5 4 3 എന്നുള്ളത് എക്സ്, പിന്നെ 6 4 2 എന്നുള്ളത് 2. അവിടെ ഈക്വൽ ആവുന്ന പോയിന്റ് സെക്കൻഡ് അല്ലേ? ഇതാണ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് റിലേറ്റഡ് ടു യൂട്ടിലിറ്റി ഫംഗ്ഷൻ. ബജറ്റ് കൺസ്ട്രെയിന്റ് ആണ്. ബജറ്റ് കൺസ്ട്രെയിന്റ് represents a limit of the spending of a consumer. ഒരു കൺസ്യൂമറുടെ ഇൻകം അല്ലെങ്കിൽ എങ്ങനെ ആ ഉള്ള ലിമിറ്റഡ് ഇൻകം എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം അതിനെക്കുറിച്ചാണ് ബജറ്റ് കൺസ്ട്രെയിന്റ് പറയുന്നത്. എ ബജറ്റ് കൺസ്ട്രെയിന്റ് represents the limit on a consumer spending. അവിടെ രണ്ട് കണ്ടീഷൻ ഉണ്ട്, ഗിവൺ ഇൻകം ആൻഡ് പ്രൈസ്. അപ്പോൾ അയാളുടെ ഇൻകം ലിമിറ്റഡ് ആണ്, നിലവിലെ പ്രൈസും. അതിൻ്റെ ബേസിൽ ഒരു ബജറ്റ് കൺസ്ട്രെയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻകം ലിമിറ്റ് അല്ലെങ്കിൽ റിസോഴ്സ് ലിമിറ്റ് എന്ന് പറയുന്ന പോലെ എൻ്റെ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ ആ 100 രൂപയ്ക്ക് എങ്ങനെ എൻ്റെ സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യാം. അവിടെ രണ്ട് ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്ന ഏതൊക്കെയാണ്? ഒന്ന് പ്രൈസ് കൂടിയാൽ കുറച്ചല്ലേ വാങ്ങിക്കാൻ പറ്റൂ. വെൻ പ്രൈസ് ഇൻക്രീസസ് ഡിമാൻഡ് ഡിക്രീസസ്, ദെൻ പ്രൈസ് ഡിക്രീസസ് ഡിമാൻഡ് ഇൻക്രീസസ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് ലോ ഓഫ് ഡിമാൻഡ്. അതാണ്. അപ്പോൾ പ്രൈസും ഡിമാൻഡും തമ്മിൽ എന്താണ്? ഓപ്പോസിറ്റ് റിലേഷനാണ്. ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുന്നു. അവിടെ ഒന്ന് ഇൻകം, മറ്റൊന്ന് പ്രൈസ്. ഇൻകം കൂടിയാൽ കൂടുതൽ വാങ്ങിക്കാം, ഇൻകം കുറഞ്ഞാൽ കുറയും. അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എ ബജറ്റ് കൺസ്ട്രെയിന്റ് represents the limit on a consumer's spending given their income and price of goods and services. അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ പ്രൈസ് അവിടെ വ്യത്യാസമില്ല, ഇൻകത്തിലും വ്യത്യാസമില്ലാതെ ആണെങ്കിലാണ് നമ്മൾ ഈ രീതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ എ ബജറ്റ് കൺസ്ട്രെയിന്റ് represents the limit on a consumer spending. അതാണ് ലിമിറ്റ്. 100 രൂപയുള്ളെങ്കിൽ അത് നമ്മളെ 100 രൂപ ലിമിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബജറ്റ് കൺസ്ട്രെയിന്റ് എന്നതുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത്. അടുത്തത് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക്. ദെൻ വി കം ടു ബജറ്റ് ലൈൻ. അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ ഇനി നോക്കുന്നത്. അസംഷൻ, അത് ചില അസംഷൻ്റെ ബേസിലാണ് നമ്മൾ ബജറ്റ് കൺസ്ട്രെയിൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഹിയർ യു ക്യാൻ സീ എ ഗ്രാഫ് or it is OY axis and OX axis. OX axis represents good X, OY axis represents good Y. This line shows budget line or budget constraint. How a consumer distributes his income, limited income to various commodities X and Y. The income available is $10. Price of X is equal to rupees 2. Price of
y is equal to rupees 1. അപ്പോൾ $10 രണ്ട് കമ്മോഡിറ്റീസിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ഇവിടെ, എക്സിനും വൈക്കും വേണ്ടി. എക്സിൻ്റെ വില 2ഉം വൈയുടെ വില 1ഉം. ആ കൺസ്യൂമർക്ക് അയാളുടെ ചോയ്സ് എങ്ങനെ ഈ ബജറ്റ് കൺസ്ട്രെയിനുള്ളിൽ നിന്ന് എങ്ങനെ ചിലവാക്കാം എന്നാണ്. അത് അഫോർഡബിൾ ആയിട്ടുള്ള വേരിയസ് കോമ്പിനേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്നത് എങ്ങനെ ആണെന്നാണ്. അസംഷൻ എന്താണ്? ഇൻകം ഫിക്സ്ഡ് ആണ്, ഇൻകത്തിന് വ്യത്യാസം വരാൻ പാടില്ല. ഗിവൺ പ്രൈസും ആണ്. അപ്പോൾ പ്രൈസ് 2 എന്നും പ്രൈസ് 1 എന്നും. കമ്മോഡിറ്റി എക്സിന്റെ പ്രൈസ് 2, കമ്മോഡിറ്റി വൈയുടെ പ്രൈസ് 1. ടോട്ടൽ ഇൻകം $10. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? എയ്തർ ദി കൺസ്യൂമർ ക്യാൻ പർച്ചേസ് ഓർ യൂസ് $10 to the consumption of commodity X as a whole. മുഴുവൻ ഇൻകം അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? എക്സിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ അയാൾക്ക് എത്ര യൂണിറ്റ് എക്സ് ടോട്ടൽ വാങ്ങിക്കാൻ പറ്റും? 10/2 അല്ലേ, ഈസ് ഈക്വൽ ടു 5 യൂണിറ്റ്സ്. അപ്പോൾ വൈയുടെ വാല്യൂ y ഈസ് ഈക്വൽ ടു 0. ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്. അപ്പോൾ ഈ $10 കൊണ്ട് അയാൾക്ക് മുഴുവൻ തുകയും ഉപയോഗിച്ച് 5 യൂണിറ്റ് എക്സ് വാങ്ങിക്കാം. അപ്പോൾ y ഒന്നും വാങ്ങിക്കുന്നില്ല, 0 ആവുന്നു. രണ്ടാമത്തെ കേസ് എന്താണ്? $10. അപ്പോൾ റുപ്പീസ് ഈ 10 രൂപയും അയാൾ വൈക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. വൈക്ക് വേണ്ടി ഉപയോഗിച്ചാൽ എന്തായിരിക്കും? 1 രൂപയല്ലേ. അപ്പോൾ 10/1 ഈസ് ഈക്വൽ ടു 10. അപ്പോൾ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും? എക്സ് 0 ആയിരിക്കും. ഇതാണ് രണ്ട് എക്സ്ട്രീം സിറ്റുവേഷൻസ് പറയുന്നത്. അതാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തത്. ഇപ്പോൾ ഇവിടുത്തെ വൈയുടെ യൂണിറ്റ് ഇവിടം വരെ ആകുമ്പോൾ എത്രയായിരിക്കും? 10 ആയിരിക്കും. ഇവിടെ എക്സ് എത്രയായിരിക്കും? 5 ആയിരിക്കും. അപ്പോൾ ഇത് 10, ഇത് 5. ഈ രണ്ട് എക്സ്ട്രീം ലിമിറ്റിന് ഉള്ളിൽ വരുന്ന ഏത് കോമ്പിനേഷൻസും അയാൾക്ക് ഉപയോഗിക്കാം. ഒന്നുകിൽ അയാൾക്ക് 5 യൂണിറ്റ്സ് ഇവിടെ 10 യൂണിറ്റ്സ് 5 യൂണിറ്റ്സ് ഏത് കൺസ്യൂം ചെയ്യാം? എക്സ് കൺസ്യൂം ചെയ്യാം. അതാണ് ഇവിടെ എക്സ്. അപ്പോൾ ഒ എക്സ് ആക്സിസ് റെപ്രസെൻസ് കമ്മോഡിറ്റി എക്സ്, ഒ വൈ ആക്സിസ് റെപ്രസെൻസ് കമ്മോഡിറ്റി വൈ. So the consumer can consume either 5 units of X or 10 units of Y. ഒന്നുകിൽ അയാൾക്ക് 5 യൂണിറ്റ് എക്സ് കൺസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ അയാൾക്ക് 10 യൂണിറ്റ് വൈ കൺസ്യൂം ചെയ്യാം. ഇതിന് ഉള്ളിൽ വരുന്ന ഈ പോർഷനാണ് യഥാർത്ഥത്തിൽ അയാളുടെ അഫോർഡബിൾ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത്. ഇതിനുള്ളിൽ വരുന്ന ഏത് കോമ്പിനേഷൻസും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ. ഇനി നമ്മൾ അടുത്തത് ഒപ്റ്റിമൽ സാറ്റിസ്ഫാക്ഷൻ വിത്ത് ബജറ്റ് ലൈൻ. ബജറ്റ് ലൈനിലൂടെ നമുക്ക് എങ്ങനെയാണ് ഒപ്റ്റിമൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നത്? സോ വി ഹാവ് സ്റ്റഡീഡ് ബജറ്റ് കൺസ്ട്രെയിൻസ്. വാട്ട് ഈസ് ബജറ്റ് കൺസ്ട്രെയിൻസ്? ലൈക്ക് ദാറ്റ് വാട്ട് ഈസ് ഇൻഡിഫറൻസ് കർവ്? ഇൻഡിഫറൻസ് കർവ് റെപ്രസെൻറ്റ്സ് വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് two goods give or provide maximum satisfaction or utility to the consumer. അപ്പോൾ ഇൻഡിഫറൻസ് കർവിൻ്റെ നേച്ചർ എല്ലാം നമ്മൾ പഠിച്ചു. ഇനി എങ്ങനെയാണ് ഒരു ബജറ്റ് കൺസ്ട്രെയിനിലൂടെ നമുക്ക് ഇത് ഒപ്റ്റിമൽ, അതാണ് ഒപ്റ്റിമൽ സാറ്റിസ്ഫാക്ഷൻ വിത്ത് ബജറ്റ് ലൈൻ എങ്ങനെയാണെന്ന് നോക്കാം. ഒപ്റ്റിമൽ. അപ്പോൾ ഇതാണ് ഇൻഡിഫറൻസ് കർവ്, ഇതാണ് ഇൻഡിഫറൻസ് കർവ് അല്ലേ. ഈ ഇൻഡിഫറൻസ് കർവും ബജറ്റ് ലൈനും ടാൻജന്റ് ആവുന്ന പോയിന്റ് ഏതാണോ അതായിരിക്കും എന്ത്? ഒപ്റ്റിമൽ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഇത് ബജറ്റ് ലൈൻ. ഒ എക്സ് ആക്സിസ്, ഒ വൈ ആക്സിസ്, IC1 ഇൻഡിഫറൻസ് കർവ് 1 ടാൻജന്റ് ദിസ് പോയിന്റ്. അപ്പോൾ ഈ പോയിന്റിൽ ഇത് രണ്ടും ടാൻജന്റ് ആവുന്നു. ഓക്കെ, ഇവിടെയാണ് നമുക്ക് ഇക്വിലിബ്രിയം പോയിന്റ് ലഭിക്കുന്നത്. മനസ്സിലായില്ലേ? ഗുഡ് എക്സും ഗുഡ് വൈയും ഈ രീതിയിൽ അയാൾക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുന്നു എന്നർത്ഥം. ഇനി അയാളുടെ ഇൻകത്തിന് ചേഞ്ച് ഉണ്ടാകുന്നു സങ്കല്പിക്കുക. ഇൻകത്തിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് രണ്ട് രീതിയിൽ സംഭവിക്കാം. പ്രൈസ് കൂടിയാൽ കുറച്ചല്ലേ വാങ്ങിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ
അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് ചെയ്യുന്നു, ഇൻഡിഫറൻസ് കർവ് ഷിഫ്റ്റ് ചെയ്യുന്നു. IC2. അപ്പോൾ ഇത് ഔട്ട്വേഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇൻകം വർദ്ധിച്ചാൽ അയാൾക്ക് ഔട്ട്വേഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇവിടെ ഇങ്ങനെയും ഷിഫ്റ്റ് ചെയ്യുന്നു. ഇതാണ് IC3. ഇപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഔട്ട്വേഡ് എന്ന് പറയുന്നത് ഇതിനുള്ളിൽ വരുന്ന, ഇത് യഥാർത്ഥത്തിൽ ടാൻജന്റ് ആയ പോയിന്റ് നമ്മളുടെ ഇതാണ്. അപ്പോൾ രണ്ട് കാരണങ്ങളുടെ അതുപോലെ തന്നെ ഇൻഡിഫറൻസ് കർവ് എന്ത് ചെയ്യാം, ഷിഫ്റ്റ് ചെയ്യാം. ഇത് മുകളിലേക്ക് വരച്ചാൽ ഇൻഡിഫറൻസ് കർവ് ഇങ്ങനെ വരും, ഇങ്ങോട്ട് വരും, ഇതിൽ ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ അയാളുടെ ഇൻകം വർദ്ധിച്ചാൽ പ്രൈസ് കുറഞ്ഞാൽ, ഇൻകം വർദ്ധിച്ചാൽ എന്ത് ചെയ്യാം, ദി കൺസ്യൂമർ വിൽ ഗോ ടു ഫ്രം ലോവർ ഇൻഡിഫറൻസ് കർവ് ടു ഹയർ ഇൻഡിഫറൻസ് കർവ്. ലോവർ ഇൻഡിഫറൻസ് കർവിൽ നിന്ന് ഹയർ ഇൻഡിഫറൻസ് കർവിലേക്ക് പോകുന്നു. അപ്പോൾ ബജറ്റ് ലൈനും ഷിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെ പുതിയ ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ ഉണ്ടാകുന്നു. അയാളുടെ സാറ്റിസ്ഫാക്ഷൻ ഒപ്റ്റിമൈസ് ചെയ്യുന്നു. അതിൽ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ഈക്വൽ ടു പ്രൈസ് റേഷ്യോ. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനും പ്രൈസ് റേഷ്യോവും ഈക്വൽ ആവുന്ന പോയിന്റ് ആണ് യഥാർത്ഥത്തിൽ ഇത്. ഇവിടെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ഈക്വൽ ടു പ്രൈസ് റേഷ്യോ. ഓക്കെ, അപ്പൊ രണ്ട് എക്സ്ട്രീം സിറ്റുവേഷൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇൻകം വർദ്ധിച്ചാൽ അയാൾ എന്ത് ചെയ്യുന്നു, ഫ്രം ലോവർ ഇൻഡിഫറൻസ് കർവ് ടു ഹയർ ഇൻഡിഫറൻസ് കർവ്. പിന്നെ പ്രൈസ് ഡിക്രീസ് ചെയ്താലും അങ്ങനെ. ഇനി ഇൻകം കുറഞ്ഞാൽ അയാൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, തിരിച്ച് ഇൻവേർഡിലേക്ക്. അപ്പോൾ ഇവിടെ ഇത് ഔട്ട്വേഡ് ആണ്, പുറത്തേക്ക്. മറ്റത് ഇൻവേർഡ് ആണ്. നമുക്കിപ്പം യഥാർത്ഥത്തിൽ ഒപ്റ്റിമൽ അതിന്റെ ലിമിറ്റേഷൻസ് ഞാൻ പറഞ്ഞത് ഇത് രണ്ടും. ഇതിന്റെ അസംഷൻ എന്താണ്? അസംഷൻ Y ഇൻകം ഫിക്സ്ഡ് ആയിരിക്കണം, ഗിവൺ പ്രൈസും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ളത് ഇതിനുള്ളിൽ വരും. അവിടെ ഒപ്റ്റിമൽ എത്തുന്നത് ഇവിടെ വെച്ച് നമ്മളിങ്ങനെ വരച്ചാൽ ഇവിടെ കിട്ടുന്ന ഈ പോയിന്റ് ആണ്. ഓക്കെ.